ബദ്രി, വലിയൊരു പാട്ടൊക്കെ എടുത്തിട്ട് വന്ന് എല്ലാരും പേടിപ്പിച്ചു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് നല്ല, കാരണം ഇത് വെറൈറ്റി ഒരു സോങ് ആണ്. കാരണം ഇതിനകത്ത് ആദ്യം പല്ലവിയിലെ കുറച്ച് ഗമകങ്ങളും കുറച്ച് അങ്ങനത്തെയും പിന്നെ മെലഡിയാണ് അനുപല്ലവിയും ചരണവും ഒക്കെ. അപ്പോൾ പിന്നെ ഈ പാട്ട് അങ്ങനെ ആരും സ്റ്റേജിൽ അങ്ങനെ പാടി കേട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഈ പാട്ട് ഞാൻ രവീന്ദ്ര സംഗീതോത്സവത്തിന് വേണ്ടി ഞാൻ എടുത്തു വെച്ച പാട്ടാണ്. പക്ഷെ ആ സമയത്ത് ആ ഷെഡ്യൂളിൽ ലിസ്റ്റിൽ ഇല്ലായിരുന്നു ഈ പാട്ട്. അപ്പോൾ അതെ, അപ്പോൾ ഈ സമയത്ത് പാടുമ്പോൾ എനിക്ക് രവീന്ദ്ര മാഷിന്റെ മുമ്പിൽ നിന്ന് പാടുന്ന പോലെ എനിക്ക് ഫീലിംഗ് തോന്നി. ആ ഫീലിന് മധുരം കൂട്ടാൻ ശോഭാമ എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായി ശോഭാമേ? നന്നായി പാടിപ്പോനെ. താങ്ക് യു മാം. ഈ പാട്ട് അധികം പേര് അത്ര എടുക്കാറില്ലല്ലേ, സാധാരണ ഉപയോഗിക്കല്ലോ, വളരെ അപൂർവമായിട്ട് എടുക്കാറില്ല. വളരെ നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു ശോഭാമ. കൂടുതൽ പറയാൻ അറിയില്ലേ? എന്തോ കൂടുതൽ പറയാൻ വേണ്ടി ജഡ്ജസ് എല്ലാം അങ്ങനെ ഇരിക്കില്ലേ? എന്നാലും ശോഭാമ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ എല്ലാരും നോക്കിയിരിക്കുക. ഈ പാട്ടൊക്കെ ആദ്യം കേട്ട ഒരാളാ. അതെ, അത് പറയൂ, അതിന്റെ ഓർമ്മ പറയൂ. കേട്ടിട്ടേ ഉള്ളൂ. ശരത് സർ. യെസ് ബോസ്. മക്കളെ, ഓ സാർ, നല്ല കിടുക്കാച്ചി പാട്ടടാ, ഒരു എക്സസൈസിന് പറ്റിയ പാട്ടാ. ഇതൊന്ന് പാടിയാൽ മതി, വാമാവും. 2 തവണ പാടിയിട്ട് ഏത് പ്രോഗ്രാമിനാണ് പോയി പാടാം. കുറേ സംഗതിയായിട്ട് കുത്തി നിറച്ച് വെച്ചേക്കാം മാഷ്. ഇത് രസമുണ്ടത് കേൾക്കും. ഇത് ആരും അങ്ങനെ പെട്ടെന്ന് എടുത്തുകൊണ്ടൊന്നും പാടാറില്ല. ഞാനും എത്രയോ വർഷമായിട്ട് റിയാലിറ്റി ഷോയിലിരിക്കുന്നതാണ്. നീ ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഈ പാട്ട് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. ആ ക്രെഡിറ്റ് നിനക്ക് തന്നെടാ, ഇരുന്നോട്ടെ. ഇപ്പൊ എന്തൊക്കെയാലും മോനെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഈ തുടക്കം മാത്രം നിനക്ക് പഴയ ഡീസൽ എഞ്ചിന് പോലെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ബാക്കി പിന്നെ നീ വാമായി, പിന്നെ ശരിയായി. ആദ്യമൊക്കെ പാടുമ്പോൾ ഹേമാമ്പരിയൊക്കെ ഒരു ഇച്ചിരി കഷ്ടപ്പാടും ദുരിതത്തിലും ആയിരുന്നു. പിന്നെ അത് ശരിയായി കേട്ടോ മോനെ. ഇപ്പം എനിക്കുള്ള ഒരൊറ്റ ഡൗട്ടുള്ളത് മോനെ, ആ അനുപല്ലവിയിൽ ആ ഒരു ജമ്പ് ഉണ്ടല്ലോ, അതൊന്ന് കൃത്യമാക്കാമോ? ഈ അതിരാത്രമാം രതിയുടെ രസലഹരിയിൽ ഒരു വിരൽ നഖമുന മുറിവുകളുടെ അതാ ആ മുറിവുകൾ കൃത്യമായിട്ട് അവിടെ ഹിറ്റ് ചെയ്യണം അതില്. രതിയുടെ രസലഹരിയിൽ ഒരു വിരൽ നഖമുന മുറിവുക ആണോ? അപ്പൊ അത് ഇവിടുന്ന് അങ്ങോട്ട് പോട്ടെ. രതിയുടെ രസലഹരിയിൽ ഒരു വിരൽ നഖമുന മുറിവുകളുടെ അത് കൃത്യമായിക്കണം കേട്ടോ. കാരണം അതൊരു നല്ല ഏരിയ ആണ്. പെട്ടെന്ന് നോക്കും ഒരു സ്വരമില്ലാതെ ഒരു ജമ്പ് വരുമ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അത് മോന് ഡൗട്ടില്ലാതെ പാടണോടാ. ഇതുപോലെ ഇങ്ങനെയുള്ള ഏരിയാസ് കുറേയും കൂടെ മോൻ പ്രാക്ടീസ് ചെയ്ത് കൃത്യമായിട്ട് അട്ടിക്കുമ്പോൾ ഒറ്റ അട്ടി കേട്ടോ. തമിഴിൽ പറയും അടിച്ചാൽ നെത്തി അടിയാ എന്ന് പറയുന്നത് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗീറങ്ങ് കയറണം. അവിടെ ഒരു ഡൗട്ടൊന്നും പറയരുത്. അവൻ ബാക്കിയെല്ലാം നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഈ വെറുതെ അതില്ല, അത് മോനെ ആ ലാസ്റ്റ് ചേരണവിടാ, അതൊന്നും ഒരു വല്ലാണ്ട് ചേരാണ്ടിരുന്ന ഒരു ഏരിയ അതാണ്. അതൊന്ന് പാടാമോ ചുമ്മാ? ഈ ശുഭരാത്രിയിൽ ശുഭരാത്രിയിൽ മഴയുടെ ഇതളിടും ഒരു സുഖകരലയമറിയുക വെറുതെ. ഓക്കെ. ദേഹം നീലാവല പുൽപ്പായിൽ തിണർത്തതെൻ ദേഹം. ഇച്ചിരി ഇത് അമിതാഭ് ബച്ചന്റെ ദേഹമാണ്, കുറെ നീണ്ടുപോയി കേട്ടോ. അത് അത്ര ഇല്ലല്ലോ. ആ കറക്റ്റ് ആ നോട്ട് ഹിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പാടിച്ചത്. അത് ഒരു ദേഹം അങ്ങനൊക്കെ പിടിച്ചെന്ന പാട്ട് പാടി തീർക്കണ്ടേ. നീലാവല പുൽപ്പായിൽ തിണർത്തതെൻ ദേഹം. അത് ഒന്ന് സൂക്ഷിച്ചോളുക. ഇത് ആരൊക്കെയാണെന്ന് പറയൂ. രവീന്ദ്ര മാഷിന്റെ റൗണ്ട് അതൊക്കെ ബാക്കിയെല്ലാം ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്, പാടിയിരിക്കുന്നത് യേശുദാസ് സാറാണ്, മ്യൂസിക് രവീന്ദ്ര മാഷ്. ഇത് ഏത് ഫിലിം? ഇത് ശരിക്കും 2005 ഇതിന്റെ ഓഡിയോ ഇറങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഇതിന്റെ പേര് ചൊല്ലിയാട്ടം എന്നായിരുന്നു. പിന്നെ ഈ ഷൂട്ടിന്റെ കാര്യങ്ങളായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ സിനിമയിൽ. അപ്പോൾ പിന്നീട് നിന്നുപോയി ഷൂട്ടിങ്. അപ്പോൾ 2011 പിന്നെ ഇത് ഷൂട്ട് ആരംഭിച്ചപ്പോൾ അതിന് ആട്ടക്കഥ എന്ന പേര് വന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ആവായിരിക്കും. അല്ല, മോനായിരുന്നു ഇതിന്റെ പ്രൊഡക്ഷൻ മാനേജർ. എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ബാദുഷ പോലും പറയാത്തില്ലടാ ഇങ്ങനെ എത്ര കൃത്യമായിട്ട്. അത് കൊള്ളാം കേട്ടോ. നൈസ്. നമുക്കൊക്കെ ഒരു അറിവായി. വെരി ഗുഡ് മോനെ, വെരി ഗുഡ്, റിയലി ഗ്രേറ്റ് എഫർട്ട്. പക്ഷെ പാട്ട് മക്കള് എനിക്ക് കുറെ ഇഷ്ടമായി, ഉള്ള സത്യം പറയാം. പിന്നെ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തോളൂ, അത്രേ ഉള്ളൂ കേട്ടോ.
ശോഭാമേ, ഈ ദാസേട്ടനും മാഷും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വല്ലാത്തൊരു കോമ്പിനേഷൻ. ഇവർ രണ്ടുപേരും കൂടിക്കഴിഞ്ഞ എങ്ങനെയാണ്? അത് തീർച്ചയായിട്ടും ഇവർ തങ്ങളിൽ ഇപ്പോൾ ദാസേട്ടൻ തന്നെ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവർ ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി വേറെയാണോ എന്നുള്ളതൊരു എപ്പോഴും പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ രവീന്ദ്രൻ മാഷും ദാസേട്ടനും ഒരു സംഗീത സംവിധായകനും ഗായകനും പോലെ അല്ല ശരിക്കും വന്നിട്ട് എപ്പോഴും ഉള്ളത്. അവർക്ക് പരസ്പരം അവർ നല്ലപോലെ അറിഞ്ഞവരാണ്. രവീന്ദ്രൻ മാഷിനെ അറിയാം ദാസേട്ടൻ്റെ എത്ര ലിമിറ്റ്, എവിടെ വരേക്കാണ് ദാസേട്ടന് പോകാൻ പറ്റുന്ന അറിയാം. അതുകൊണ്ട് ഇവർ തങ്ങളൊരു എന്താ പറയുന്നത് മത്സരം എന്ന് വെച്ചാൽ ഒരു ആരോഗ്യകരമായൊരു മത്സരം. നമ്മളെപ്പോഴും അവിടെ വീട്ടിൽ തന്നെ പറയാറുണ്ട്, എന്ത് ചെയ്താലും എന്ത് രീതിയിൽ കമ്പോസ് ചെയ്യാനും പാടിത്തരാൻ പറ്റുന്ന ഒരാൾ ഉള്ളതുകൊണ്ട് എന്തും കമ്പോസ് ചെയ്യാൻ പറ്റും. അത് ഇവർ തങ്ങളിലുള്ള മാഷ് എത്രത്തോളം അങ്ങനെ ചെയ്യുന്നോ അതിനൊക്കെ ബെറ്ററായിട്ട് ദാസേട്ടൻ പാടി വയ്ക്കും. അപ്പോൾ അടുത്തതിൽ വേറെ പരീക്ഷണങ്ങൾ. ഇങ്ങനെ ഒരു കോമ്പറ്റീഷനായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആരോഗ്യകരമായ കോമ്പറ്റീഷൻ. നേരത്തെ ഇവൾ പാടിയില്ലേ മറ്റോ ഒരു കിളിപ്പാട്ട് മോള് ഒന്ന് മഞ്ചേരി പാടിയില്ലേ, ആ സമയത്തൊക്കെ ദാസേട്ടൻ 66 വയസ്സാണ്. ആ പാട്ട് പാടുന്ന സമയത്ത് ദാസേട്ടൻ 66 വയസ്സ്. വീട്ടിൽ ഈ പാട്ട് വന്നു രവേട്ടൻ ഇങ്ങനെ ഇട്ടിട്ട് എല്ലാവരെയും ഇങ്ങനെ മരുന്നൊടുക്കൊക്കെ ഇട്ട് കേൾപ്പിച്ചിട്ട് പറയും, കണ്ടോ 35 വയസ്സ് പയ്യൻ പാടിയ പാട്ടാ, 35 വയസ്സുണ്ടൊരു പയ്യൻ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൻ പാടിയ പാട്ടാ എന്ന് പറയും. എന്ന് വെച്ചാൽ ദാസേട്ടനെ കൊണ്ട് ദാസേട്ടൻ്റെ മാക്സിമം എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നുള്ളൊരു എന്താ പറയുന്ന ഒരു പരീക്ഷണത്തിലായിരുന്നു രവേട്ടൻ. അത് ഇനി ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും പരീക്ഷിച്ചതന്നെ. അതാണ് അവസാനത്തെ ഗംഗയെ കൂടെ ആ സമയത്ത് പോലും ശരി അത്രയും പരീക്ഷിച്ചെന്ന് വെച്ചാൽ ദാസേട്ടൻ ഇനിയും ഉണ്ടു എന്നാണ് പറയുന്നത്. ഇനിയും ദാസേട്ടന് പുറത്തെടുക്കാനുണ്ടു എന്നുള്ളൊരു കണ്ടുപിടുത്തത്തിലായിരുന്നു രണ്ടുപേരും തമ്മിലൊരു മത്സരം. അങ്ങനത്തെ ഒരു മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല ആരോഗ്യകരമായ മത്സരം ആരാണെന്നാണ് ആ രീതിയിലുണ്ടായതായിരിക്കാം പാട്ടുകളെല്ലാം അത്രത്തോളം ബെറ്ററായിട്ട് വന്നത്. പഠിക്കാൻ പോയ സമയത്ത് അവര് കൂട്ടായതാണ് അല്ലേ? അല്ല, പഠിക്കുമ്പം ദാസേട്ടൻ സീനിയറും രവേട്ടൻ ജൂനിയറുമായിരുന്നു. ദാസേട്ടൻ പഠിച്ചിറങ്ങിയ വർഷത്തിലാണ് രവേട്ടൻ അവിടെ കയറിയത്. ചെന്നൈയിൽ പോയതിനു ശേഷമാണ്, മദ്രാസിൽ പോയതിനു ശേഷം ദാസേട്ടൻ പോയ ഉടനെ പാട്ടുകാരനായി ശരിക്കും വരുന്നത്. രവേട്ടൻ അവിടെ ഒരുപാട് വർഷക്കാലം പാട്ടുകാരനാകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൾ മുഴുവൻ അലഞ്ഞു. ഒരുപാട് മ്യൂസിക് ഡയറക്ടറുടെ പഠിക്കട്ടുകളൊക്കെ വീട് വാസലൊക്കെ പോയതാണ്. ആ സമയത്ത് രവേട്ടൻ കോറസ് സിംഗറാ. ദാസേട്ടൻ്റെ മിക്ക പാട്ടിനും കോറസ് സിംഗറിന് പോയി അങ്ങനെ പരിചയമായി. അവിടെ വെച്ചിട്ടാണ് ഇവർ തങ്ങളുടെ സൗഹൃദം കൂടുതൽ ബലപ്പെട്ടത്. അതിനുശേഷം അറിയാമല്ലോ ദാസേട്ടൻ തന്നെയാണ് രവേട്ടന് ഒരു മ്യൂസിക് ഡയറക്ടർ ആകാനുള്ള ഒരു ശുപാർശ ചെയ്ത് വന്നതും, ചൂള എന്ന പടത്തിലൂടെ രവേട്ടൻ വന്നതും ഒക്കെ. അസാധ്യ തുടക്കം. അതെ, അസാധ്യ തുടക്കം എന്ന് വെച്ചാൽ അതൊരു വലിയ സംഭവം തന്നെയല്ലേ. എന്നുവെച്ചാൽ ഒരു രവീന്ദ്രൻ മാഷ് ഫസ്റ്റ് വന്നിട്ട് പാടാൻ പോയി. അതും അറിയാമല്ലോ എല്ലാവർക്കും. വെള്ളിയാഴ്ച എന്നുള്ള പടത്തിലാണ് പാടിയത് ആദ്യമായിട്ട്, സത്യമാഷിൻ്റെ പടത്തിൽ. പക്ഷേ എങ്കിലും പാട്ടുകളൊക്കെ തീരെ കുറവായിരുന്നു. കുറച്ച് പാട്ടുകളൊക്കെ കുറേ കോമഡി പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. പാട്ടുകാരനായിട്ട് നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഡബ്ബിങ് ആർട്ടിസ്റ്റായി. എന്ന് വെച്ചാൽ ജീവിത പ്രാരാബ്ദം കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞങ്ങൾ കല്യാണം കഴിച്ച് ഞങ്ങൾക്ക് ആദ്യത്തെ ട്വിൻസ് മക്കള്. ദൈവം ചില നേരമൊക്കെ ഭയങ്കര അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം 1-2 മക്കൾ ഒരേ വർഷത്തിൽ താത്തത്. അപ്പം 4 മെമ്പർ. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞ് 3 കൂടെ ആയി. അങ്ങനെ മെമ്പേഴ്സ് കൂടി ഈ 2 കുട്ടികൾ ചെയ്യുന്ന സമയത്താണ് രവേട്ടൻ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയത്. കുറേ ഡബ് ചെയ്തു. കുറേ അന്നത്തെ നമ്മുടെ രവികുമാറിനൊക്കെ മാഷ് ഡബ് ചെയ്തിട്ടില്ല. രവികുമാറിനെ ആണ് മൊത്തം ചെയ്തത്. ആദ്യം ചെയ്ത് കമലഹാസന് വേണ്ടിയിട്ടായിരുന്നു. തെലുങ്കിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നൊക്കെ ചെയ്യായിരുന്നല്ലോ. തെലുങ്കിൽ നിന്ന് എടുക്കുന്നൊക്കെ ചെയ്തു. ഫസ്റ്റ് പടം തെലുങ്കിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കമലഹാസൻ ഡബിൾ റോള് അതിനാണ് ആദ്യം ചെയ്തത്. പിന്നെ രവികുമാർ എന്നൊരു വലിയ ഹീറോ ആയിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ പടങ്ങളെല്ലാം ചെയ്ത രവേട്ടൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊരു നല്ല ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു അന്നത്തെ ഒരു. പിന്നെ രവികുമാറിൻ്റെ പടം കുറഞ്ഞപ്പോഴത്തേക്ക് രവേട്ടനും പടം ഇല്ലാതായി, ഡബ്ബിങ് ഇല്ലാതായി, പാട്ടും ഇല്ലാതായി. അപ്പോഴാണ് രവേട്ടൻ ദാസേട്ടൻ്റെ ഒക്കെ പോയി പറഞ്ഞത്. ദാസേട്ടൻ വീടുമായിട്ടൊക്കെ എപ്പോഴും പോവുകയും വരികയൊക്കെ ചെയ്യുന്നതാണ്. ദാസേട്ടൻ എനിക്ക് 2 കാറ് വാങ്ങിക്കണമെന്ന്. ദാസേട്ടൻ ആ പടം അന്തിച്ച് ചോദിച്ചു, 1 കാറ് വെച്ചിട്ട് ജീവിക്കാൻ പറ്റാതിരിക്കും, നിനക്കൊന്നും ഇപ്പോൾ 2 കാറ്, ഭക്ഷണത്തിന് അരി വാങ്ങിക്കാൻ വഴിയില്ലാതിരിക്കുന്ന സമയത്താണ് 2 കാറ് വാങ്ങിക്കണം. അതെന്താ ഇപ്പോൾ 2 കാറ് എന്ന് ദാസേട്ടൻ്റെ ചോദ്യം. അല്ല, ഇനി ഓടിക്കാൻ വേണ്ടിയിട്ടല്ല, വാടകയ്ക്ക് വിട്ടിട്ട് നമുക്ക് കുടുംബം പറ്റണമല്ലോ, അതിനെ വേണ്ടിയിട്ട്, വരുമാനത്തിന് വേണ്ടിയിട്ടാണ്. അവിടെയാണ് ദാസേട്ടൻ വന്നിട്ട് പറഞ്ഞതും, നിനക്ക് എന്തുകൊണ്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തുകൂടാന്ന്. ദാസേട്ടൻ പറഞ്ഞു. അല്ല, അപ്പോൾ രവേട്ടൻ പറഞ്ഞു, പാട്ട് പാടാനൊരു ചാൻസ് ഒരു മ്യൂസിക് ഡയറക്ടറും തരുന്നില്ല. പിന്നെ ഇനിയിപ്പം ശരി, അന്ന് ഓർക്കണം ഏത് കാലമാണെന്നുള്ളത്. 74-ലാണ് 78-ലാണ് രവേട്ടൻ മ്യൂസിക് ഡയറക്ടർ ആകുന്നത്. ഇപ്പം 76-ലൊക്കെ പറയുന്ന സമയമാവും. അന്ന് ദേവരാം മാഷും എല്ലാവരും അങ്ങനെ കൊടികെട്ടി പറഞ്ഞു നിൽക്കുന്ന സമയം. ആർക്കും വേറെ ചിന്തിക്കാൻ പറ്റില്ല, മാറ്റി ചിന്തിക്കാൻ പറ്റാത്തൊരു കാലമാണ് ആ സമയത്ത്. ആ സമയത്താണ് ദാസേട്ടൻ പറയുന്നത് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാനായിട്ട്. അപ്പോഴും ഞാൻ ചോദിച്ചു രവേട്ടനെ, എങ്ങനെയാണ്
അതങ്ങനെ കിട്ടുന്നത് എനിക്ക് ഒരു ചാൻസ് കിട്ടുക എന്നാണ്. അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം, നീ ചെയ്യാൻ പറ്റുമോ നിനക്കും? പിന്നെ എന്താ ഈ കരിമ്പ് നിന്ന് കൂലി വേണം ചോദിക്കുന്ന മതി, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷെ രേവട്ടൻ ശരിക്കും പാട്ടുകാരനാകണമെന്ന് ആഗ്രഹിച്ചത്, ആഗ്രഹം അത് തന്നെയായിരുന്നു, ഒരു പാട്ടുകാരനാകണം എന്നുള്ളതായിരുന്നു. എങ്കിലും അങ്ങനെയാണ് ശരി 1978 ചൂള എന്നുള്ള പടം നവരത്ന മൂവി മേക്കേഴ്സ് എന്ന് 7 മേക്കപ്പ് മാന്മാരാണ് ഈ നവരത്ന മൂവി മേക്കേഴ്സ്. അവർ നമ്മൾ അന്നത്തെ ഹിറ്റ് മേക്കർ ശശികുമാർ സാർ, നിങ്ങൾക്കൊക്കെ അറിയില്ലായിരിക്കും, പക്ഷെ അന്നത്തെ ഹിറ്റ് മേക്കറാണ് അദ്ദേഹം. ഒന്നും വേറെ മാറി ചിന്തിക്കുന്ന ആളല്ല. ദാസേട്ടൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ അത് ശരിക്കും നമ്മൾ എല്ലാവരും എല്ലാപ്പോഴും ചോദിക്കും ദാസേട്ടനോട് രവിയേട്ടൻ എന്താണ് ഇത്രയ്ക്ക് വലിയൊരു ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കടപ്പാടാണ്. കാരണം ദാസേട്ടൻ ഒന്ന് കൊടുത്ത ഒരു ഗ്യാരണ്ടി എന്ന് വെച്ചാൽ, രവി പാട്ട് ചെയ്ത് മോശമായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം ചിലവിൽ വേറെ പാട്ട് റെക്കോർഡ് ചെയ്ത് തരാം എന്നൊരു ഗ്യാരണ്ടി ശശികുമാർ സാറിന് കൊടുത്തതിന് ശേഷമാണ് ഒരു മനസ്സോട് സമ്മതിച്ചത്. പക്ഷെ ദാസേട്ടന് അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല. നമുക്കെല്ലാം അറിയാം ചൂളയിലെ പാട്ടുകളെ. സൂപ്പർ സൂപ്പർ. അത് മാത്രമല്ല പാറു, ദാസേട്ടനും രവീന്ദ്രൻ മാസ്റ്ററും കയറുന്ന റെക്കോർഡ് ചെയ്യുന്ന 10 മിനിറ്റ് 15 മിനിറ്റോ ആയിരിക്കും. ഇവർ 1-2 മണിക്കൂർ പല തമാശകളും പറഞ്ഞ് ചിരിച്ചുരുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പാട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്, അതിൽ കൂടുതലില്ല. പ്രമദാനമൊക്കെ 10 മിനിറ്റ് അങ്ങ് പാടി നിർത്തുക, അത്രേ ഉള്ളൂ. അതിനു മുമ്പുള്ള സംസാരമുണ്ട്, അത് ഒരു രസമാണ്. പഴയ കാര്യങ്ങളും പിന്നെ അതെന്താ പറയണ്ടത്, നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്നതും പറ്റാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ഇവർ പറഞ്ഞ് ചിരിച്ച് അതങ്ങനെ അത് രണ്ടുപേരും വലിയ ഒരു ഐക്യമാണ്. അതുകൊണ്ടായിരിക്കണം എല്ലാ പാട്ടുകളും അദ്ദേഹം അസാധ്യമായിട്ട് പാടിയും വെച്ചിട്ടുള്ളത്. അതെല്ലാ പാട്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്കൊക്കെ പാടാൻ വരുമ്പോൾ വഴക്കായത് ശരിക്കും ശരിയാണ്. ശരത്തരേട്ടൻ എപ്പോഴും പറയാറുണ്ട്, ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഓരോ മൂഡ് ഉണ്ടാവുമല്ലോ. മൂഡ് ഇപ്പം നമ്മുടെ ക്രിയേറ്റീവ് വർക്കിന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഒരു മൂഡ് വേണം. ദാസേട്ടൻ ചില നേരത്തിലൊക്കെ വരുന്ന സമയത്ത് ഒരു മൂഡ് ആയിരിക്കില്ലല്ലോ, പാടുന്ന ഒരു മൂഡിലായിരിക്കില്ല. ആ നേരത്ത് ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിലേക്ക് കൊണ്ടുവരാനുള്ളൊരു കഴിവ് കൊണ്ടുവന്ന് അതിന് ശേഷമേ പാടിക്കുള്ളായിരുന്നു. അറിയാമല്ലോ ശരത്ത്, മറ്റേ ഹരിമുരളിയുടെ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അതുപോലെ ഒരുപാട് പേരൊക്കെ നിന്ന് ചിലപ്പോൾ കൺസോർട്ട് റൂമിൽ നിന്നാൽ ദാസേട്ടൻ സമ്മതിക്കില്ല ചിലപ്പോൾ. അപ്പോൾ ആ നേരത്തൊക്കെ പ്രൊഡ്യൂസറിനോട് കൂടെ രവിയേട്ടൻ വഴക്കിട്ടിട്ടുണ്ട്, എല്ലാവരെയും പുറത്താക്കിയിട്ടുണ്ട്, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ദാസേട്ടന് അത്രയ്ക്കും എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ചെയ്ത പോലൊരു സിൻസിയാരിറ്റി, ആ ഒരു വർക്കിനോടുള്ള സിൻസിയാരിറ്റി. നമ്മൾ ചെയ്യുന്ന വർക്ക് ഇന്നത്തെ കുട്ടികളോട് വാസ്തവത്തിൽ എനിക്ക് ഏറ്റവും പറയാനുള്ളത് അതാണ്. ശരി, കുട്ടികളോട് പറയാനുള്ളത് ശരിക്കും എന്ന് വെച്ചാൽ ഇപ്പം ഇവരൊക്കെ നിൽക്കുന്നത്, ഇപ്പം ദാസേട്ടനായിട്ട് രവിയേട്ടനാകട്ടെ ശരത്താകട്ടെ അല്ലെ, ഇവരൊക്കെ നിൽക്കുന്നത് ഇവരൊക്കെ വർക്കിനുള്ള ഡെഡിക്കേഷൻ കൊണ്ടാണ്. അത്രത്തോളം സ്നേഹിച്ച് അത്രത്തോളം അതിനുവേണ്ടി സമയം ചെലവഴിച്ച് അതാണ് ജീവിതം എന്ന് അറിഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഇപ്പോഴുള്ള തലമുറയ്ക്ക് വന്നിട്ട് ആ ഒരു ഡെഡിക്കേഷൻ ഇല്ല. അവർ വരുന്നു, പഠിക്കുന്നു, പാടുന്നു, കഴിഞ്ഞു അവരുടെ ആ ഒരു ഇത്. ഇപ്പം ഇവരൊക്കെ രവിയേട്ടനൊക്കെ പറയുമായിരുന്നു പണ്ട് പാട്ട് ചെയ്യുന്ന സമയത്ത് പറയും, എൻ്റെ പാട്ട് എന്നും നിൽക്കണം എന്നുള്ള ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് അവരൊക്കെ പാട്ട് ചെയ്തത് അല്ലേ. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ ഇത്ര 20 വർഷമായി മാഷ് പോയിട്ട് ഇന്നും നമ്മളത് സംസാരിക്കുന്നത് അതുകൊണ്ടാണല്ലോ. അല്ല ഇന്നല്ല, ഇനി 200 വർഷം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്തു വെച്ചിരിക്കുന്ന പാട്ടുകൾ അങ്ങനെ ആയതുകൊണ്ട് തീർച്ചയായും ഇപ്പോഴത്തവർക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല. ഇപ്പൊ വന്ന് ചെയ്യണം, അത് 1 വർഷമെങ്കിലും 1 വർഷം അത്രയും മതി, അതിൽ കൂടുതലൊന്നും നിൽക്കണമെന്ന് ആർക്കും ഒരു നിർബന്ധമൊന്നുമില്ല. ആ രീതിയിൽ ചെയ്യുന്ന ഒരു ഇതാണ്. ഇപ്പൊ കുട്ടികൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് ചെയ്താലും ശരി ഹാർട്ട് കൊടുത്ത് ചെയ്യണം, അപ്പോഴേ അതിന്റെ ഫലം വരുള്ളൂ. അപ്പം ഇവരൊക്കെ ഈ ജീവിച്ചു പോയവരൊക്കെ കാണിച്ചു തന്നിരിക്കുന്ന വഴിയാണ്. അവരൊക്കെ അതിനു വേണ്ടി ജീവിച്ചവരാണ്, സംഗീതത്തിന് വേണ്ടി അല്ലെങ്കിൽ പാടാൻ വേണ്ടി. ഇപ്പം ദാസേട്ടനെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാമോന്നറിയില്ല, വായിച്ചിട്ടറിയാം. ദാസേട്ടൻ പറയുമല്ലോ, എൻ്റെ ശബ്ദത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ അമൃതാണ് എനിക്ക് തന്നതെങ്കിൽ ഞാൻ ഉപയോഗിക്കില്ല, കാരണം എനിക്ക് ശബ്ദം ആണ് ഏറ്റവും പ്രാധാന്യം അല്ലേ. ഒരു പാട്ടുകാർക്ക് ശബ്ദമല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്താണ് അവർ അതൊക്കെ സൂക്ഷിച്ചത്. അപ്പം അതൊരു നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഇപ്പോൾ പാട്ടെന്നല്ല, എന്ത് കാര്യത്തിലും ഏത് ചെയ്യുമ്പോഴും നമ്മൾ മുഴുവനും ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നിലനിൽപ്പുണ്ടാകുള്ളൂ. അല്ലെങ്കിൽ എല്ലാം അപ്പോഴും വന്നിങ്ങനെ കാറ്റിൽ പറന്ന പോലെ പോയിക്കൊണ്ടിരിക്കും, ഒന്ന് വന്നിട്ട് പോകുന്ന പോലെ. ഇപ്പോഴങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. ശരത്തിനൊക്കെ നല്ലപോലെ അറിയാം മാഷിൻ്റെയൊക്കെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ്, അത്രയ്ക്ക് ഇൻവോൾവ് ചെയ്തതുകൊണ്ടും സിൻസിയറായിട്ട് കാണിച്ചതുകൊണ്ടുമാണ് ഇന്നും മാഷിന്റെ പാട്ടുകൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലേ. ബദ്രിയുടെ സ്ഥലം എവിടെയാ?
കാസർഗോഡാണ് ശരിക്കും, ഇപ്പോൾ കാസർഗോഡാണ്, ശരിക്കും ആലപ്പുഴയാണ്. അല്ല, ബദ്രിയുടെ പേര് സാധാരണ മലയാളികൾക്ക് വളരെ റെയർ ആയിട്ടുള്ള ഒരു പേരാണ്. അതെന്താ അങ്ങനെ? അതിന് അപ്പോൾ ഞാൻ ആദ്യം ഒരു ഹിസ്റ്ററി ഉണ്ട്. അതായത് അച്ഛൻ ആർമിയിലായിരുന്നു. ഓ, അപ്പൊ ആ സമയത്ത് ഞാനും അമ്മയും കൂടെ ചേച്ചിയും കൂടെ ഒക്കെ അവിടെയായിരുന്നു സെറ്റിൽ. ഞാൻ അവിടെ നിന്നാണ് ജനിച്ചത്, മധ്യപ്രദേശ്. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റൈല് പേര് വേണമെന്ന് അച്ഛനും അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബദ്രി, ബദ്രിനാഥ് അതെ അങ്ങനെ ഒരു ബദ്രിയാണ് ബദ്രിയാണ് ഈ ബദ്രി. ഓക്കെ, ബദ്രി കുറച്ചു നേരം സംസാരിച്ചപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ മാറിയിരുന്നു. ഞാൻ ഈ പാട്ട് ബദ്രി ബദ്രി നല്ല രസമായിട്ട് പാടുന്നു, മനോഹരമായിട്ട് പാടുന്നുണ്ട്. ആ സംഗതികളൊക്കെ അതിപ്പോൾ രണ്ടാമത് പാടിപ്പിച്ചപ്പോൾ ഒക്കെ എന്ത് സുഖമായിട്ടാണെന്നറിയോ. അതൊക്കെ ശ്രുതിയും അതിൻ്റെ ഗമകങ്ങളൊക്കെ സംഗതികളൊക്കെ അസാധ്യമായിട്ട് വരുന്നുണ്ട്. ഒരൊറ്റടിക്ക് പാടുമ്പോൾ ചെറിയ ഇത്, പക്ഷേ ബദ്രി പാടുമ്പോൾ ഞാൻ എന്താ ബദ്രി ഇങ്ങനെ പാടുന്നത്? ബദ്രിയുടെ ശബ്ദം ഒരു എന്താ ഭയങ്കര ഹസ്കി ആയിട്ടുള്ള, ബദ്രിയുടെ ശബ്ദം ഒരു ഭയങ്കര ഹസ്കി ആയിട്ടുള്ള ശബ്ദമാണ്. അപ്പോൾ ഹേമാംബരി ഇന്ന് പാടുമ്പോൾ അങ്ങനെ, അപ്പോൾ അത് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ആക്കി പാടുന്നതാണെന്ന് ഞാൻ ധരിച്ചു. ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പാടുമല്ലോ, ഭാവം കൊടുക്കാൻ. അങ്ങനെയല്ല, ബദ്രിയുടെ ശബ്ദം അങ്ങനെ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പാട്ട് വളരെ മനോഹരമായിട്ട് ബദ്രി പാടി. കാരണം നമുക്കൊന്നും ആ ശബ്ദം അനുകരിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? ആ വഴിക്കേ നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതിനെ മറികടക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശബ്ദത്തിൽ അതിന് നല്ല ഭാവം കൊടുത്ത്, അല്ലേ, പാടുക. അത് ബദ്രി ചെയ്തിട്ടുണ്ട്. പിന്നെ കാര്യങ്ങളൊക്കെ ഇവർ ഡീറ്റെയിൽഡായിട്ട് സംഗതികൾ, കാര്യങ്ങൾ, അതിൻ്റെ ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ ലോ കിട്ടാത്തതിൻ്റെ, മേലെ കിട്ടാത്തതിൻ്റെ, നടുവിൽ. മൊത്തം റേഞ്ച് ആയി മോനെ, നടുവിലായി. അല്ല, കുഴപ്പമില്ല കേട്ടോ, അതൊന്നും ഇറ്റ്സ് ഓക്കെ. ഇത് വോയിസൊക്കെ ട്രെൻഡിങ്, ഇത് മാറുന്ന ഒരു സമയമായിരിക്കും. മോൻ നല്ല പാട്ടുകാരനാണ്, നല്ല ഭാവിയുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ. ബദ്രി, ഓ മാം, എനിക്ക് ബദ്രി ഒരുപാട് ഇഷ്ടപ്പെട്ടു, ബദ്രി പാടിയത്. പ്രത്യേകിച്ച് ഇതിൽ ഞാൻ ആകെപ്പാടെ ആ ഒരു പോർഷൻ, ആ നോട്ട് മാറിയത് മാത്രമേ ഞാൻ നോട്ടീസ് ചെയ്തുള്ളൂ. കാരണം ബാക്കിയൊക്കെ നല്ല ഫീലോട് പാടി. എസ്പെഷ്യലി ആ ഗമകങ്ങളൊക്കെ നല്ല ഒരു ഭാവത്തോടെ വന്നു. ഈ ഒരു പാട്ട് കുറച്ച് ഡിഫിക്കൽട്ട് പാട്ടാണ്. ആ സംഗതിയൊക്കെ കൃത്യമായിട്ട് വീഴുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. എന്നാലും ബദ്രി നന്നായി പാടി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഔസേപ്പ് സാർ പറഞ്ഞ പോലെ നല്ലൊരു വോയിസ് കൂടിയാണ്. ഹസ്കി ആണെങ്കിലും ഒരു ഡിഫറെൻറ്റ് ടോണാണ്, ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ്. നന്നായിട്ടുണ്ട്, കീപ്പ് ഇറ്റ് അപ്പ്. പിന്നെ സാധാരണ ഇത്രയും വിനയം ആണോ ശബ്ദത്തിൽ? ഞാൻ ഇതുപോലെയാണ്, ആരെയും വഴക്ക് പറയാറില്ല. സ്കൂളിൽ അടി കൂടുന്നു പറയുന്നു, ആ സമയത്തും ചിരിച്ചോണ്ടാണോ ഒറ്റ അടി വെച്ചു കൊടുക്കുന്നത്? എന്താടാ നിനക്ക് ഞാനൊരു അടി തരട്ടെ, അങ്ങനെയാണോ? ഏകദേശം എന്നൊക്കെ. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം, ഏത് പാട്ട് പാടുമ്പോഴും അതിനകത്തുള്ള ആ ഒരു ജതി പോലെ ഒരു സാധനം വരില്ലേ, ഈ മന്ത്രങ്ങൾ വരില്ലേ, അത് എല്ലാ പാട്ടിലും ആ മന്ത്രങ്ങള് ചൊല്ലിയിരിക്കും. തിരനുരയുമ്മിൽ അന്ന് ചൊല്ലി, അതുപോലെ ഈ പാട്ടിനകത്തും ഉണ്ടായിരുന്നു. അത് ആ കൃത്യമായിട്ട്, അത് വേറെ ഒരു റിയാലിറ്റി ഷോയിലും ഒരു കുട്ടിയും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല, സീരിയൽസിലും ഞാൻ കേട്ടിട്ടില്ല. അത് മാത്രമല്ല മഞ്ചരി, ആ ഡ്രാമ പാട്ടിലും ഒരു മന്ത്രം വെച്ച് തരുമോന്ന് ഗ്രൂമാസിന്റെ അടുത്ത് ചോദിച്ചു. പക്ഷെ സൂപ്പർഡാ. താങ്ക് യു മാം. ബദ്രി, ഗുഡ് കമന്റ്സ് ഒക്കെ അല്ലേ? നമുക്ക് മാർക്സ് ചോദിക്കാം. മഞ്ചരി ചേച്ചി, എന്നാലും കൊറേയൊക്കെ എന്റെ പേരൊക്കെ ഉപയോഗിച്ച് പാടിയതല്ലേ, അതാ 9. ശരത് സർ, നമ്മുടെ ഔസേപ്പച്ചനാച്ചിയുടെ പേര് പറയാതെ പാടിയത് കൊണ്ട് 9. ഇട്ടോ, എന്റെ പേര് പറയാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ ബദ്രി, സോ ടോട്ടൽ 18 മാർക്സ്. അടിപൊളി. എന്താ? ഓക്കെ.